ഓർഡിനൻസിനെയും ഫീസ് നിർണയത്തെയും ചോദ്യം ചെയ്ത് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സ്വാശ്രയ ഫീസ് നിർണയ സമിതി രൂപീകരിച്ച് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസ് രാജേന്ദ്രബാബു സമിതി നിശ്ചയിച്ച ഫീസ് ഘടന താൽക്കാലികമായി തുടരുമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇക്കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കണം. ഫീസിന്റെ കാര്യത്തിൽ പിന്നീടെന്തെങ്കിലും വ്യതിയാനമുണ്ടായാൽ അത് നൽകാൻ ബാധ്യസ്ഥരാണെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ഉറപ്പുവാങ്ങി വേണം കാര്യങ്ങൾ നീക്കാൻ. ഫീസ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നൽകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം ഇവിടെ കർശനമായി പാലിക്കണമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതോടെ MBBSന് 85% ജനറൽ സീറ്റിലും 50,000 രൂപ കുറച്ച് 5 ലക്ഷം രൂപ എന്ന ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം നടപ്പിലാകും. കോടതിയുടെ ഇടപെടൽ സർക്കാരിന് താൽക്കാലികമായെങ്കിലും ആശ്വാസമായി. അതിനിടെ സ്വാശ്രയ ഓർഡിനൻസ് ഇറക്കാൻ വൈകിയ സർക്കാർ നടപടിയിൽ ഹൈക്കോടതി വീണ്ടും വിമർശനം ഉന്നയിച്ചു. തിരുത്തലുകൾ നേരത്തെ ആകാമായിരുന്നെന്ന് പറഞ്ഞ കോടതി ആശയക്കുഴപ്പം ഉണ്ടായതിൽ അതൃപ്തി രേഖപ്പെടുത്തി. നേരത്തെ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. കേസ് 4 ആഴ്ചയ്ക്കകം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.